ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഹെൽത്തി ആൻഡ് ഡെലീഷ്യസ് കട്ട്ലേറ്റ് വിത്ത് ഗോതമ്പ് നുറുക്ക്. സാധനം പൊളി. കാർന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെഫ് വ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നുറുക്ക് ഗോതമ്പോടുള്ള കട്ട്ലേറ്റ് ആണ്. ഒരു വെറൈറ്റി കട്ട്ലേറ്റ് ആയിരിക്കും. അപ്പോൾ വെജിറ്റബിൾസ് ആണ് ഇതിൽ മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള കട്ട്ലേറ്റിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നുറുക്ക് ഗോതമ്പ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതുകൂടാതെ നമുക്ക് വേണ്ടത് ഒരു 3 ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി ചതച്ച് വെച്ചേക്കുന്നതാണ് കൈവച്ച്. അതുപോലെ തന്നെ ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ബീട്രൂട്ട്, ഇത് രണ്ടും നമ്മൾ പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് 3 എണ്ണം. പിന്നെ ഒരു 10 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് കുറച്ച് ഇടിച്ച മുളക് എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ അതുപോലെ ഒരു 3 മുട്ട നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസ്, അതായത് നമ്മൾ റസ്ക് പൊടിച്ചെടുത്താണത്, അതും എടുത്തിട്ടുണ്ട്. കുറച്ച് റസ്ക് എടുത്ത് പൊടിച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഏകദേശം 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ ഗരം മസാലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളൊരു മീഡിയം സൈസ് ഇഞ്ചിയും പിന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ മിക്സിയിലിട്ട് ചെറുതായിട്ട് അടിച്ചെടുത്തായിരുന്നു. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം. നമുക്ക് സ്റ്റവ് കത്തിക്കാം. എന്നിട്ട് നമുക്കിനി അടുപ്പിലേക്ക് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ഗോതമ്പ് നുറുക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും നമ്മൾ ചേർത്തൊന്ന് ഇളക്കി വെച്ചേക്കാനാണ്. പിന്നെ അതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ഏകദേശം ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് താളിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചട്ടി ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാം ഓയിലാണ് ഇവിടെ തേങ്ങ കേട്ടോ താളിക്കാം. നമുക്ക് പാം ഓയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പാം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. അതിൻ്റെ കുരുവാണ് മെയിൻ. അപ്പോൾ നമ്മൾ കുരു ചേർത്തില്ലെങ്കിൽ എരിവ് ഉണ്ടാവില്ല. ഇനി വഴണ്ടി വന്നം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയാ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് അവസാനം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച മിക്സിയിൽ അടിച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ശരിക്ക് മിക്സ് ചെയ്തേക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരണവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു ഏകദേശം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ടല്ല. അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചതച്ചത്, അതായത് മുളക് ചതച്ചത്, അധികം വേണ്ട, എരിവ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച്, എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചേർത്ത് പിടിപ്പിക്കല്ല, നന്നായിട്ടൊന്ന്. അപ്പൊ നമ്മുടെ മസാലയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ബീട്രൂട്ടും
ക്യാരറ്റും. നമുക്കിനി ഇതെല്ലാം ഒന്നുകൂടെ ഇളക്കി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചേർത്ത് മസാലയൊക്കെ ശരിക്ക് ബീട്രൂട്ടിലും ക്യാരറ്റിലും ഉരുളക്കിഴങ്ങിലൊക്കെ ഒന്നാട് പിടിക്കട്ടെ. പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ഗോതമ്പ് നുറുക്ക് നമ്മൾ വേവിച്ചെടുത്തതുണ്ടായി. അപ്പോൾ അതൊന്ന് നമുക്ക് ഇട്ടിട്ട് ശരിയായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിതൊന്ന് ഇളക്കാനുള്ള സൗകര്യത്തിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ശരിക്ക് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾ ശരിക്കൊന്ന് കൈവച്ച് ഇളക്കി എല്ലാം ഒന്ന് ചേർത്ത് പിടിപ്പിക്കണം. എന്നാലും മസാല എല്ലാത്തിലും പിടിക്കോളും. നന്നായിട്ടൊന്ന് ചേർത്ത് പിടിപ്പിക്കാം. അപ്പൊ നമ്മള് മസാല എല്ലാം കൂട്ടൊക്കെ ഒന്ന് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലേറ്റിന് വേണ്ടി റെഡിയാക്കി വെക്കാം. കട്ട്ലേറ്റിന്റെ ഷേപ്പിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ കട്ട്ലേറ്റിന് വേണ്ടി കുഴച്ച് ഷേപ്പിലാക്കി റെഡിയാക്കി വെക്കണം. പിന്നെ നമുക്കിതെല്ലാം ഇനി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ സാധനം റെഡിയാവും. ഇപ്പോൾ ബ്രെഡ് ഗ്രെയിൻസിലും മുട്ടയിലും ഇട്ട് നമുക്ക് ഇനി പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാം. നമുക്കിനി കട്ട്ലേറ്റ് നമ്മുടെ മുട്ടയിലും മുക്കി നമ്മുടെ ബ്രെഡ് ക്രംസ്, അതായത് നമ്മുടെ റസ്ക് പൊടിച്ചെടുത്താണ്, ഇതിൽ മുക്കിയിട്ട് നമുക്കിത് പൊരിക്കാനൊക്കെ ഇടാം. എണ്ണ നന്നായിട്ട് ചൂടാകുന്നുണ്ടായി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്ന് ഇട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പതിയെ ഇതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ കട്ട്ലേറ്റ് ഒരു ദിവസം ഏകദേശം റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കറക്റ്റ് ഭാഗമാണ്. ചെറുതായിട്ടൊന്ന് മരിഞ്ഞാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് എടുത്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുറച്ചും കൂടി റെഡിയാക്കാനുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഓരോ സെറ്റായിട്ട് ഇടാം. ഇത് ഒരു സെറ്റ് റെഡിയാകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കൂടി റെഡിയാക്കി എടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാക്കി നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ 2-3 ഉണ്ണി കട്ട്ലേറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ചൂടുണ്ട്. ചൂടേ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഹെൽത്തി ആൻഡ് ഡെലീഷ്യസ് കട്ട്ലേറ്റ് വിത്ത് ഗോതമ്പ് നുറുക്ക്. സാധനം പൊളി. കാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നുറുക്ക് ഗോതമ്പുകൊണ്ടുള്ള കട്ട്ലേറ്റ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കുക. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും എഗ്ഗ് യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ എഗ്ഗിന് പകരം കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വെജിറ്റേറിയൻസിന് അത് പ്രിഫർ ചെയ്യാവുന്നതാണ്. എനിവേ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തുടർന്നും നല്ല കിടിലൻ വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.